നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിച്ച ഒരു ഉച്ചനേരമാണ്. ഇതുവരെയുള്ള വാർത്തകൾ നമ്മൾ സമഗ്രമായി പരിശോധിക്കാൻ പോവുകയാണ്. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CPIM വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് മുൻ MLA PK ശശി. PK ശശിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPIM ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് PK ശശിയുടെ നീക്കം എന്നാണ് സൂചന. PK ശശി UDF എത്തിയേക്കുമെന്നാണ് വിവരം. ഷാരിഖ് നവാസ് വിശദാംശങ്ങളുമായി. ഷാരിഖ്, നമുക്കറിയാം വലിയ അകൽച്ചയിലാണ് പാർട്ടിയുമായി PK ശശി കഴിഞ്ഞ കുറച്ച് നാളുകളായി. ജില്ലാ നേതൃത്വവും അദ്ദേഹത്തെ നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തെങ്കിലും തരത്തിൽ ഈ സമയത്ത് പാർട്ടിയിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം വരാനുള്ള സാധ്യതയുണ്ടോ? അനുജ, അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് PK ശശി നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. പത്രസമ്മേളനം ഉൾപ്പെടെ PK ശശി വിളിച്ച് ചേർക്കാനാണ് സാധ്യത. ഇതിൽ ആ പത്രസമ്മേളനത്തിൽ വെച്ചാണ് മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ AK ബാലൻ ഉൾപ്പെടെയുള്ള പാലക്കാട്ടെ CPM ജില്ലാ നേതാക്കളുടെ പ്രതികരണം തേടാനായി പാലക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല ഇതേക്കുറിച്ച്. ഏറെ കാലമായി CPM-ഉമായി അകന്നു കഴിയുന്ന PK ശശി കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായേക്കുമെന്ന് വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയുടെ ഭാഗമാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആ വാർത്തകൾക്കിടയിലാണ് PK ശശി ഇപ്പോൾ പെട്ടെന്ന് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. ഇനിയും അദ്ദേഹത്തിന് 2 മാസം കൂടെ കാലതാമസം നിലനിൽക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു രാജി വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും ഉൾപ്പെടെ രാജി സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം അതായത് ഈ CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് ലൈംഗിക പീഡന പരാതിയെ ശേഷം CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്ത PK ശശി അതിനുശേഷം മണ്ണാർക്കാട്ടെ സഹകരണ ബാങ്കിൻ്റെ ഫണ്ട് തിരിമറിയും അതുപോലെ തന്നെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് PK ശശിയെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ആ ഒരു ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതിൽ PK ശശിക്ക് ഏറെക്കാലമായി അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അകൽച്ചയിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാജിവെക്കുമ്പോൾ KTDC ചെയർമാൻ സ്ഥാനത്ത് രാജിവെക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നത് വളരെ നിർണായകമാവും. അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ളത് തന്നെയാണ് ഷാരിഖ് നവാസ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ K ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് K ബാബു പ്രഖ്യാപിച്ചു. മത്സരിക്കാനില്ലെന്ന് K ബാബു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 2016 തോൽവി മാറ്റി 1991 മുതൽ തൃപ്പൂണിത്തുറയുടെ MLA ആണ് K ബാബു. 7 തെരഞ്ഞെടുപ്പുകളിൽ 6ലും ജയം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനിയില്ലെന്നാണ് K ബാബുവിന്റെ പ്രഖ്യാപനം. ഇക്കുറി മത്സരിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഇല്ലെന്ന് K ബാബു നേതൃത്വത്തെ അറിയിച്ചു. പിൻഗാമിയെ നിർദ്ദേശിക്കുന്നില്ലെന്നും K ബാബു. പിൻഗാമിയെ നിർദ്ദേശിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു രീതി കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയിലുണ്ടെന്നിരിക്കുകയാണ്. പാർട്ടി നേതൃത്വം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മൻചാണ്ടി സർക്കാരിൽ എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബു ബാർക്കോഴി അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തിരികെ എത്തി. പിന്നാലെ നടന്ന 2016 തെരഞ്ഞെടുപ്പിൽ CPI-എമ്മിലെ M സ്വരാജിനോട് തോൽവി. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ 1200 വോട്ടിന് സ്വരാജിനെ തോൽപ്പിച്ച് മണ്ഡലം തിരികെ പിടിച്ചു. മത്സരിക്കാനില്ലെന്ന് K ബാബു പ്രഖ്യാപിച്ചതോടെ നടൻ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് തേടുന്നത്. കോൺഗ്രസ് നേതാക്കളെ രാജു P നായർ, M ലിജു എന്നിവരും പരിഗണനയിലുണ്ട്. 24 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി. പ്രഖ്യാപനം കഴിയും വേഗം ഉണ്ടാകുമെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി പ്രതികരിച്ചത്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് തുടരും. ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനൊപ്പം സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്ന് സണ്ണി ജോസഫ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. ഭരണം ലഭിച്ച് സർക്കാരിൽ തത്തുല്യ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വേളയിൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ മതിയെന്നാണ് നിലവിലെ ധാരണ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നും എംപിമാർ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി പറഞ്ഞു.
വ്യക്തിപരമായി തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിശ്രി ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പിയുമായി ചർച്ച നടത്തി. ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. സിറ്റിംഗ്, സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിലുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വി.ഡി. സതീശന്റെ യാത്രയ്ക്ക് ശേഷം മതിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. 24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അഖിൽ മാരാർ, ശ്രീജിത്ത് പണിക്കർ എന്നിവരുമായി ചർച്ച നടത്തി ബി.ജെ.പി. നേതൃത്വം. 2020 സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാമെന്നാണ് ശ്രീജിത്ത് പണിക്കർക്ക് ബി.ജെ.പിയുടെ ഓഫർ. എന്നാൽ മത്സരിക്കാൻ ശ്രീജിത്ത് പണിക്കർ തയ്യാറല്ല എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികളെ സർപ്രൈസ് സ്ഥാനാർത്ഥികളായി കളത്തിലിറക്കാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. ബിഗ് ബോസ് വിജയിയായ അഖിൽ മാരാരുമായും ചാനൽ ചർച്ചകളിലെ വലതുപക്ഷ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരുമായും ബി.ജെ.പി. ചർച്ച നടത്തി. പാർട്ടിക്കായി സർവേ നടത്തുന്ന ഉത്തരേന്ത്യൻ ഏജൻസിയാണ് ഇരുവർക്കും ജയസാധ്യത പ്രവചിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ വലിയ പിന്തുണ വോട്ടാക്കി മാറ്റാമെന്ന കണക്കുകൂട്ടൽ. എൻ.ഡി.എയുടെ ഭാഗമാകാമെന്നറിയിച്ച അഖിൽ മാരാർ ബി.ജെ.പിയിലേക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. പകരം എൻ.ഡി.എയുടെ ഭാഗമായി 2020 സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബുമായി അഖിൽ മാരാർ ചർച്ച നടത്തി. കൊട്ടാരക്കരയ്ക്ക് പുറമെ എറണാകുളം ജില്ലയിൽ 2020 വേരോട്ടമുള്ള സീറ്റുകളും പരിഗണനയിലുണ്ട്. അഖിൽ മാരാരുടെ 2020 പ്രവേശം ഉടനുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം സാബു ജേക്കബ് മാധ്യമങ്ങളെ കാണും. 31 എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാമെന്നാണ് ശ്രീജിത്ത് പണിക്കർക്കുള്ള ബി.ജെ.പി. ഓഫർ. ജയസാധ്യതയുള്ള നിയമം വരെ ഓഫർ ചെയ്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്ത, ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം 28-ന് മുൻപുണ്ടാകും എന്നുള്ളതാണ്. 2 ഘട്ടമായാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യ വാരത്തോടെ എന്നതാണ്. 140 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ 2 ഘട്ടങ്ങളിലായി പ്രഖ്യാപിക്കും. അതിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം, വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കും. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിൽ സാബു എം ജേക്കബിനെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല എന്നതാണ് സാബു എം ജേക്കബ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. മലമ്പുഴയിൽ സി കൃഷ്ണകുമാറാകും സ്ഥാനാർത്ഥിയാവുക. പാലക്കാട്ട് സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന സൂചന, അതെല്ലാം പുറത്തു വരികയാണ്. ജയിച്ചാലും തോറ്റാലും നിയോഗിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് ദേശീയ നേതൃത്വം ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി മുതൽ മണ്ഡലമാറ്റം അനുവദിക്കില്ല എന്നും ദേശീയ നേതൃത്വം പറയുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുകയാണ്. 2 ഘട്ടമായി വൈകാതെ തന്നെ ബി.ജെ.പിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള നീക്കം. മാർച്ച് ആദ്യവാരത്തോടെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കും ബി.ജെ.പി. എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അടുത്ത വാർത്ത, ഭാര്യ നിഷ മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ട് തള്ളി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. നിഷ മത്സരിക്കുമെന്ന് പറയുന്നത് രോഗമാണ്. ഇതൊക്കെ നിഷേധിക്കാൻ നിലവിൽ തനിക്ക് ആരോഗ്യമില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ഒരു രോഗമാണെന്ന് തോന്നുന്നു. കാരണം രാജ്യസഭ ഇലക്ഷൻ വരുമ്പം നിഷ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിയമസഭ വന്നപ്പോൾ നിയമസഭ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ നിശ്ചയിച്ച് മടുത്തു. ഇനി നിഷേധിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ഇനി നിങ്ങൾ വല്ലതും മാറ്റി എന്തെങ്കിലും പിടിക്കുക, അതായിരിക്കും നല്ലത്. ഈ വാർത്തയിലെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CPIM സൈബർ ടീമിൽ പൊട്ടിത്തെറി. ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാർ ഉൾപ്പെടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ സൈബർ സംഘം വിട്ടു. MV നികേഷ് കുമാറിന്റെ ഏകപക്ഷീയ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് തീരുമാനം. പാർട്ടിയുടെ സമൂഹമാധ്യമ ഇടപെടലുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതൃപ്തിയുണ്ട്. ഫസ്റ്റ് ഓൺ 24. ദേശാഭിമാനിയിലെ മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരൻ, KM മോഹൻദാസ്, ES സുഭാഷ് എന്നിവരാണ് CPIMന്റെ സൈബർ ടീമിൽ നിന്ന് ഒഴിഞ്ഞത്. സൈബർ ടീമിന്റെ ചുമതലയുള്ള MV നികേഷ് കുമാറിന്റെ ഏകപക്ഷീയ നടപടികളെ തുടർന്നാണ് തീരുമാനം. സൈബർ ടീമിന്റെ യോഗങ്ങൾ നടക്കുമ്പോൾ മുതിർന്ന 3 മാധ്യമപ്രവർത്തകരും അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ടെങ്കിലും നികേഷ് കുമാർ അതിന് ചെവി കൊടുക്കാറില്ല. ഇവർ പറയുന്ന ഏതെങ്കിലും കാര്യം നടപ്പാക്കുകയുമില്ല. ഈ അവഗണന തുടർന്നതോടെയാണ് സൈബർ ടീം വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം. AKG സെന്റർ കേന്ദ്രീകരിച്ചാണ് സൈബർ ടീം പ്രവർത്തനം. പാർട്ടിയുടെ സൈബർ ഇടപെടലുകൾ പാളുന്നെന്ന വിമർശനം CPIMലുമുണ്ട്. മുഖ്യമന്ത്രിയും സൈബർ ഇടപെടലുകൾ തൃപ്തരല്ലെന്നാണ് സൂചന. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് നികേഷ് കുമാറിനെ സംരക്ഷിക്കുന്നതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മേഖലാ ജാഥകളുടെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിലും പിഴവുകളുണ്ടായെന്ന് അഭിപ്രായമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സൈബർ ടീം പുനഃസംഘടിപ്പിക്കാനും നീക്കം നടക്കുന്നു. 24 തിരുവനന്തപുരം.
24 ബിഗ് ഇംപാക്ട് വാർത്തയിലേക്കാണ് ഇനി. ഡോക്ടേഴ്സിന്റെ തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ നടപടി. സർജൻ ഡോക്ടർ ഗണേഷ് കുമാർ, അനസ്തീഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ബിനിൽ എന്നിവർക്കാണ് സ്ഥലം മാറ്റം. ESI ഡയറക്ടറാണ് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. പേരൂർക്കട ESI ആശുപത്രിയിൽ ഇന്നലെ 5 ഇന്ന് ഒരു ശസ്ത്രക്രിയയും മുടങ്ങിയിരുന്നു. അനസ്തേഷ്യ വിഭാഗം ഡോക്ടേഴ്സിന്റെ നിസ്സഹകരണമാണ് ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണം. അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ബിനിൽ കുമാറിനെ കണ്ണൂർ തോട്ടടയ്ക്കും സർജൻ ഡോക്ടർ KG ഗണേഷിനെ കോട്ടയത്തേക്കുമാണ് സ്ഥലം മാറ്റിയത്. കശുവണ്ടി തൊഴിലാളിയായ ബിന്ദുവിന്റെ തൈറോയിഡിനുള്ള ശസ്ത്രക്രിയയാണ് ഇന്ന് മുടങ്ങിയത്. സർജറി മുടങ്ങിയത് പറയുന്നത് അത് അനസ്തേഷ്യ കൊടുക്കാത്തത് കൊണ്ടാണ്. ഗണേഷ് സാറിന് ചെയ്യാൻ കഴിയില്ല. അനസ്തേഷ്യ കൊടുക്കാതെ ഒരു കാരണവശാലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഗണേഷ് സാറിന് പ്രശ്നമില്ല. ആദ്യം രാധിക മാഡം ഇതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അനസ്തേഷ്യ കൊടുക്കാതെ അവരിറങ്ങിപ്പോയി. അന്ന് ഒരുപാട് വിഷമിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഗണേഷ് സാറ് അതായത് സങ്കടപ്പെട്ട രീതിയായിരുന്നു. എൻ്റെ ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ട് കിടത്തിയിട്ട് ഒരു രോഗിയെ ഒരു പേഷ്യൻറ്റിനെ ഇറക്കി വിടുക എന്ന് പറയുന്നവർ ആ ഒരു സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ അന്നും പറഞ്ഞാണ്. അതേസമയം സർജനായ ഡോക്ടർ KG ഗണേഷിനെ സ്ഥലം മാറ്റിയതിനെതിരെ രോഗികളും കൂട്ടിരിപ്പുകാരും രംഗത്ത് വന്നു. ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആര് നോക്കും? ഇവിടെ കിടക്കുന്ന മറ്റ് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആര് ചെയ്യും? അതുപോലെ തന്നെ ഇദ്ദേഹം ഗണേഷ് ഡോക്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും പേഷ്യൻ്റ് സർജറി വാർഡിലേക്ക് വരുന്നത്. ഇത്രയും നല്ല പെട്ടെന്ന് എല്ലാ ഏത് സർജറിക്കും പെട്ടെന്ന് ടെസ്റ്റുകളെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഗണേഷ് ഡോക്ടർ. ആ ഡോക്ടർ ഇവിടുന്ന് മാറ്റി. ആ ഡോക്ടർ അല്ല, അനസ്തേഷ്യ ഡോക്ടറുടെ കുഴപ്പമാണ്. ആ ഡോക്ടർ എന്ന് വെച്ചാൽ നല്ലതിലാണ് രോഗികളെ നോക്കുന്നതും എല്ലാം. അപ്പോൾ ആ ഡോക്ടറെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡോക്ടറെ ഗണേഷ് ഡോക്ടറെ കാണാനായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഡോക്ടർ KG ഗണേഷ് നടത്തുന്ന ശസ്ത്രക്രിയയ്ക്ക് സഹകരിക്കില്ലെന്ന് പറഞ്ഞ് അനസ്തേഷ്യ ഡോക്ടർമാരായ ബിനിൽകുമാറും പ്രിയയും നിസ്സഹകരണം തുടർന്നതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. 24 തിരുവനന്തപുരം. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിച്ചതോടെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം കൂടുതൽ അവതാളത്തിലായി. സർക്കാരിന് നിഷേധാത്മക സമീപനമാണെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് KGM-CTA നിലപാട്. അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചുള്ള സമരവും തുടങ്ങിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിച്ചു. അനിശ്ചിതകാല OP അധ്യാപന ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തി. സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറില്ല. ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ഡേറ്റ് ഇട്ട് തന്നു. എന്ത് ചെയ്യാൻ പറ്റും? അവരിപ്പോൾ സമരം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാക്കില്ല. അവരെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്യും. രോഗികൾക്ക് വന്ന ഡോക്ടർമാരില്ലെങ്കിൽ ഇപ്പം കണിഞ്ഞു പോവില്ലേ? ഞങ്ങളെ പോലുള്ളവർ കണിയില്ല തന്നെ. ഗവൺമെൻറ് ആസ്പത്രി അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ലല്ലോ. കോഴിക്കോട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. PG ഡോക്ടർമാരെ വെച്ചായിരുന്നു പ്രവർത്തനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KGM-CTA സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റൊസ്നാര ബീഗം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ജോലി ചെയ്തതിന്റെ കൂലിയാണ് ചോദിക്കുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് വെച്ചല്ല ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ഇതിലേക്ക് തള്ളിവിട്ടതാണ്. കോഴിക്കോട് കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫെബ്രുവരി 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളിൽ നിന്നുകൂടെ വിട്ടുനിൽക്കാനാണ് KGM-CTA തീരുമാനം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. പാലോട് പന്നിയോട്ട് കടവുള്ള വീട്ടിലാണ് സംസ്കാരം. വിദഗ്ധ സംഘം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തി കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. പത്തനംതിട്ട ആറന്മുള വിവാദ IT പദ്ധതിയിൽ നിന്നൊടുവിൽ സർക്കാർ പിന്മാറി. വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിനാണ് സർക്കാർ മറുപടി. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ചാണ് തീരുമാനം. ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച ശേഷമാണ് KGS ഗ്രൂപ്പ് മെഗാ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിയുമായി സർക്കാരിനെ സമീപിച്ചത്. IT വകുപ്പ് പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയെങ്കിലും കൃഷി, റവന്യൂ വകുപ്പുകൾ എതിർത്തിരുന്നു. പദ്ധതി പ്രദേശത്ത് 80% നിലമാണെന്ന് കണ്ടെത്തിയതോടെയാണ് എതിർത്തത്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച് പദ്ധതി ഉപേക്ഷിച്ചെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി. പദ്ധതി പ്രദേശത്ത് 21.6 ഹെക്ടർ മാത്രമാണ് കരഭൂമി. ബാക്കി 100.9 ഹെക്ടർ നിലമാണെന്നും ഇവിടെ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൃഷി ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പദ്ധതികൾ മാത്രം ആസൂത്രണം ചെയ്യണമെന്നായിരുന്നു കളക്ടറുടെ ശുപാർശ. ഇതോടെയാണ് പദ്ധതിയിൽ നിന്ന് സർക്കാരിന്റെ പിന്മാറ്റം. തിരുവനന്തപുരം.
അഭിലാഷം സിനിമയുടെ സംവിധായകൻ ഷംസു സൈബയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ നടത്തിയ അറസ്റ്റ് നിയമലംഘനമെന്ന് കോടതി നിരീക്ഷിച്ചു. മറ്റു കേസുകളിൽ ഇല്ലാത്ത അമിത താത്പര്യം എന്തിനാണ് എന്ന് കോടതി ചോദിച്ചു. പ്രതി ചേർക്കപ്പെട്ടവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടഞ്ഞ് കോടതി ഉത്തരവായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൈമാറണമെന്ന് മൊബൈൽ കമ്പനികളോട് ഹൈക്കോടതി. പ്രതികളുടെ ഫോൺ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കമ്പനികൾ സഹകരിക്കണമെന്നാണ് നിർദ്ദേശം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ ഹാജരാക്കി. VSSC പരിശോധനയ്ക്ക് പിന്നാലെയാണ് ദ്വാരപാലക പാളികളിൽ വിശദമായ പരിശോധന വീണ്ടും വേണമെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിൻ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം സാമ്പിളുകൾ ശേഖരിച്ചത്. പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലെ ലാബിലേക്ക് ദ്വാരപാലക പാളികൾ അയക്കുന്ന കാര്യം SIT ഹൈക്കോടതിയെ അറിയിച്ചു. പരിശോധനാ ഫലം പരമാവധി നേരത്തെ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് SIT. പ്രതികളുടെ ഫോൺ വിവരങ്ങൾ കൈമാറാൻ മൊബൈൽ കമ്പനികൾ തയ്യാറാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിലെ പ്രതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. കട്ടിളപ്പാളി കേസിൽ A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായിരുന്നു. 24 കൊച്ചി. ഇപ്പോൾ പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം അതിലേക്ക്. ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് വരുന്നത് കാര്യം. എങ്ങനെയാണ് കാണുന്നത്? PK ശശി KTDC ചെയർമാൻ രാജിവെച്ചു എന്നുള്ളത് ഈ നവമാധ്യമങ്ങളിലൂടെ ആണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടാവും. അത് നമുക്കറിയില്ല. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാർട്ടി വിടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞത് ഊഹാഭോഗമല്ലേ? നമുക്ക് നിങ്ങൾ പറയുന്ന ഊഹാഭോഗത്തിൽ വെച്ചിട്ട് മറുപടി പറയാൻ സാധ്യമല്ല. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഊഹാഭോഗത്തിനനുസരിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. PK ശശിയുമായി ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത്. അത് കാലാവധി തീരാൻ ഇനിയും ദിവസങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ അത് തെളിവുണ്ടോ? നിങ്ങൾക്ക് അല്ല, നിങ്ങൾക്ക് തെളിവുണ്ടോ? തെളിവുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് വല്ല തെളിവുണ്ടോ? എന്നാൽ ഞാൻ ഇപ്പം മറുപടി പറയാം. ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോൾ പറഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞല്ലോ. തെളിവുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാര്യമായിട്ടുള്ള മറുപടി പറയാതിന്. അല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യത്തിനനുസരിച്ച് മറുപടി പറയാൻ പറ്റില്ല. അല്ല, അവർക്കൊപ്പമുള്ളവർ പലതും പറയും. നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ PK ശശി പാർട്ടി വിടും എന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. അതിനിടെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത 24 പുറത്തുവിടുന്നത്. CPIM വിമതരുടെ കൺവെൻഷൻ വിളിച്ചിരിക്കുന്നു PK ശശി. അടുത്ത മാസം 5-നാണ് പാലക്കാട് കൽമണ്ഡപം പാർവതി കല്യാണ മണ്ഡപത്തിൽ കൺവെൻഷൻ. വടക്കഞ്ചേരി, ശ്രീകൃഷ്ണപുരം മുൻ ഏരിയ സെക്രട്ടറിമാരും PK ശശിക്കൊപ്പം പാർട്ടി വിട്ടേക്കുമെന്ന സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിനോടകം തന്നെ കൊഴിഞ്ഞാമ്പാറയിൽ വിമതരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ നൽകിയതുമാണ്. ഇപ്പോൾ എന്താണ് PK ശശിയുടെ അടുത്ത നീക്കം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്? അദ്ദേഹത്തിനൊപ്പം മുതിർന്ന ചില നേതാക്കൾ കൂടി പാർട്ടി വിടും എന്ന സൂചനയൊക്കെയാണോ? PK ശശിയും പാർട്ടി വിടുന്നതിലേക്ക് പോവുകയാണോ? ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ കൊഴിഞ്ഞാമ്പാറയിലെ വിമതരുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു കൂട്ടായ്മ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് PK ശശിയുടെ നേതൃത്വത്തിലേക്ക് മാറുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അവർ ഒരു കൊടി അടക്കം അവർ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ആ കൂട്ടായ്മയുടെ ഒരു കൊടി, ചുവന്ന നിറത്തിലുള്ള കൊടിയിൽ വെള്ള നക്ഷത്രം, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ. അത് CPM-ന് ബദലായി അത്തരത്തിലൊരു വലിയ കൂട്ടായ്മയാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വടക്കഞ്ചേരിയിലെ മുൻ ഏരിയ സെക്രട്ടറി, അതുപോലെ തന്നെ ഈ പറയുന്ന ശ്രീകൃഷ്ണപുരത്തെ മുൻ ഏരിയ സെക്രട്ടറി, വടക്കഞ്ചേരിയിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗം, മുൻ ഒരു സർവീസ് സംഘടനയുടെ, ഇടതുപക്ഷ CPM സർവീസ് സംഘടനയുടെ ഒരു പ്രബല നേതാവ് അടക്കം പ്രധാനികളൊക്കെ ഈ സംഘടനയുടെ ഭാഗമാകും, നേരിട്ട് സംഘടനയുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഒറ്റപ്പാലത്തെ വിമത കൂട്ടായ്മ സ്വതന്ത്ര മുന്നണിയുമായും അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ
അവരൊരു ഘട്ടത്തിൽ പോലും ഈ ചർച്ചയുടെ ഭാഗമാകാൻ അല്ലെങ്കിൽ പി കെ ശശിയോടൊപ്പം ചേരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം പി കെ ശശിയുമായും എം ഹംസയുമായും ഒക്കെയുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ടാണ് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത്. അവർ ഇപ്പോൾ സംഘടനയുടെ ഭാഗമാകാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. പക്ഷേ കൊഴിഞ്ഞാമ്പാറയിലെ സതീഷ് അടക്കമുള്ള നേതാക്കൾ അവരുമായും സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തൃത്താലയിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും അടക്കം കൃത്യമായ രീതിയിൽ ആളുകളെ കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. ഇത് കൂടാതെ CPM-ന്റെ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ചുനങ്ങാട്ടെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ പി കെ ശശിയുടെ ഭാഗമാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു മുൻപ്. അദ്ദേഹം ഇപ്പോൾ പി കെ ശശിയുടെ ഒപ്പം ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ലക്കിടിയിലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അടക്കം ഇപ്പോൾ പാർട്ടിയുടെ പി കെ ശശിയുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വിപുലമായ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പി കെ ശശി പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. രാവിലെ ചില കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ആ ചർച്ച അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പി കെ ശശി പാർട്ടിക്ക് പുറത്തേക്ക് 5-ാം തീയതി കൺവെൻഷൻ, അത് പാലക്കാട് നഗരത്തിലെ കൽമണ്ഡപം പാർവതി കല്യാണ മണ്ഡപത്തിലായിരിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനുജ, അതാണ് 5-ാം തീയതി കൺവെൻഷൻ. അതിൽ വടക്കഞ്ചേരി ശ്രീകൃഷ്ണപുരം മുൻ ഏരിയ സെക്രട്ടറിമാർ അദ്ദേഹത്തിനൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ട് എന്നതിന് സൂചനകൾ. പി കെ ശശിയും പാർട്ടി വിടുമെന്ന സൂചന, ഇതെല്ലാമാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. എന്നാൽ പാർട്ടിയാകട്ടെ കരുതലോടെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തൊരു സമവായത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേരുന്നു എന്ന വിവരം കൂടിയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത.